സെൽഫ് ലവ് ഈസ് യുവർ സൂപ്പർ പവർ എന്നാണല്ലോ. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഒരു അസർബൈജൻ കേക്ക് അങ്ങ് ട്രൈ ചെയ്തല്ലോ എന്ന്. അതും വാൾനട്ട് കേക്ക്. ദാ ഈ പീസ് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. ദേ ഇവിടെ 2 മുട്ടയാണ് വേണ്ടത്. അതിൽ എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. ദാ ഇതുപോലെ 200 ഗ്രാം വാൾനട്ട് ആണ് വേണ്ടത്. മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. സാധാ നമ്മൾ കണ്ടുവന്നിട്ടുള്ള കേക്കിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യാം. 2 എഗ് വൈറ്റ് കൂടെ ചേർത്ത് കൈകൊണ്ട് നല്ല പോലെ തിരുമ്മി മിക്സ് ചെയ്യുക. ഇനി ഇത് മാറ്റി വെക്കാം. അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി 300 ഗ്രാം ആഡ് ചെയ്യാണ്. 1/4 കപ്പ് കൊക്കോ പൗഡർ. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എഗ് യോക്കിൽ 1 ഇവിടെ ആഡ് ചെയ്യുവാണേ. അടുത്തതായി റൂം ടെമ്പറേച്ചറിലുള്ള പ്ലെയിൻ യോഗർട്ട് ആണ് യൂസ് ചെയ്യുന്നത്. 1/4 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചൂട് മാറിയതിന് ശേഷം ഒഴിക്കുകയാണ് കേട്ടോ. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നു. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ കൈകൊണ്ട് കുഴയ്ക്കണം. എക്സ്ട്രാ വെള്ളമോ പാലോ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ടതായിട്ടില്ല. മാവ് കുഴച്ച് ഒരു വലിയ ബോളായിട്ട് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതും അടച്ചു വെക്കണേ. ഇനി ഇത് നമുക്ക് 3 ബോളുകളാക്കിയിട്ട് മാറ്റാം. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ചപ്പാത്തിയാണോ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ചപ്പാത്തി ഒന്നുമല്ല, എപ്പോഴും കണ്ടുവരുന്ന കേക്കിൽ നിന്നൊരു മാറ്റം. ഓരോ ബോളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ പരത്തിയെടുക്കുക. അത് നല്ല നേർത്തതായി പരത്താനായിട്ട് ശ്രദ്ധിക്കണേ. ഞാനിപ്പോ ഇവിടെ റൗണ്ട് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഓവൽ ആയിട്ടോ റെക്ടാങ്കിൾ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാം. കണ്ടോ, ഇതുപോലെ തിന്നായിട്ട് എടുക്കുക. ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം അതിലേക്ക് നെയ്യോ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലെയർ വെക്കുക. അതിന് മുകളിലായി വാൾനട്ട് മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ടോട്ടൽ വാൾനട്ട് മിക്സിനെ 2 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ ഫസ്റ്റ് ഡിവിഷൻ ഇവിടെ സ്പ്രെഡ് ചെയ്യുക. ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമ്മുടെ സെക്കൻഡ് ലെയർ ഇട്ട് കൊടുക്കുക. അതിന് മുകളിൽ വീണ്ടും ബാലൻസ് ഉള്ള വാൾനട്ട് മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓവൻ ഇല്ലാതെയാണ് ഇവിടെ ബേക്ക് ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഒരു സ്റ്റാൻഡ് വെക്കുക. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാം. വാൾനട്ട് മിക്സിന്റെ മുകളിലായിട്ട് ഫൈനൽ ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം ബാലൻസ് ഉള്ള എഗ് യോക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ല പോലെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഫൈനലായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് 45 മുതൽ 50 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇതേപോലെ ഒരു ഈർക്കിലി എടുത്തൊന്ന് കുത്തി നോക്കുക. ഒട്ടിപ്പിടിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഹെൽത്തി ആൻഡ് ടേസ്റ്റി വാൾനട്ട് കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ എന്ത് ഈസി ആയിട്ടാണ് നമ്മളിവിടെ റെഡിയാക്കി വെക്കുന്നത്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ. താങ്ക് യു.